പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ശ്രീമാൻ എം.വി. നികേഷ് കുമാർ. മാധ്യമപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ മാധ്യമപ്രവർത്തകൻ എന്ന് മാത്രം എം.വി. നികേഷ് കുമാറിനെ പറയുന്നത് ശരിയായിരിക്കുമോ എന്നുള്ള സംശയം എനിക്കുണ്ട്. കാരണം ഉള്ളാലെ CPM-ഉം CPM-ൻ്റെ നയസമീപനങ്ങൾ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള വ്യാജേന സമൂഹത്തിൽ പരത്തുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ ബ്രാക്കറ്റിൽ CPM എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്ന് എം.വി. നികേഷ് കുമാറിനെ വിളിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ദീർഘകാലമായി പ്രവർത്തിച്ചിരുന്ന റിപ്പോർട്ടർ ചാനൽ വിട്ടുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് പോവുകയാണ് എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം അവരുടെ ചാനലിൽ ഇരുന്ന് പറയുന്നത് കേട്ടു. അത് പറയുന്ന ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന ചാനലിൻ്റെ ഉടമയോടാണ്. ആൻഡോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, അവരെയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. മുട്ടിൽ വനം കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അവരെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഈ ആൻഡോ റോജി ഈ സഹോദരന്മാരെ. അതിൽ ആൻഡോ അഗസ്റ്റിനുമായിട്ടാണ് അദ്ദേഹം നടത്തിയ ഒരു പ്രത്യേക അഭിമുഖ സംഭാഷണത്തിലാണ് എം.വി. നികേഷ് കുമാർ താൻ ദീർഘകാലമായി പ്രവർത്തിച്ചിരുന്ന തൻ്റെ കുഞ്ഞായ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് താൻ ആ റിപ്പോർട്ടർ ചാനലുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണെന്നും ഇനി പൊതുപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് താൻ പോവുകയാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് തൊട്ടുപിറ്റേന്നാണെന്ന് തോന്നുന്നു കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ, CPM-ൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹത്തെ പ്രത്യേക ക്ഷണിതാവാക്കി എടുക്കുകയും ചെയ്തു. തുടക്കത്തിൽ തന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് വളരെ പരിഹാസ്യമായിട്ടാണ് തോന്നിയത്. കാരണം ഏതാണ്ട് മുങ്ങാൻ പോകുന്ന കപ്പലിലേക്ക് കയറുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ആ സമയം തിരഞ്ഞെടുക്കുമ്പോൾ അതിനകത്തേക്ക് കൂടുതൽ വിമർശനങ്ങളൊന്നും വരില്ല എന്ന് കണ്ടുകൊണ്ടായിരിക്കാം അയാൾ അത് തിരഞ്ഞെടുത്തത് എന്നെനിക്ക് തോന്നുന്നു. കാരണം CPM-നും പിണറായി വിജയനുമൊക്കെ ജനങ്ങളും പാർട്ടി അണികളുമൊക്കെ നിരന്തരം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവർ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇയാൾ അതിനകത്തേക്ക് ചെല്ലുന്നത്. നല്ല സമയം എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായി നിയമിക്കപ്പെടാൻ പോവുകയാണ് എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ആ മുഖം മുനിക്കൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ പാർട്ടിയിലേക്ക് എടുക്കുന്നത് എന്നൊക്കെയുള്ള വാർത്തകളും അഭ്യൂഹങ്ങളും ഒക്കെ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ ഈ നികേഷ് കുമാർ റിപ്പോർട്ടർ ചാനൽ വിടുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ശ്രമിക്കുന്നത്. അദ്ദേഹം ആ ചാനലിൽ നിന്ന് വിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആൻഡോ അഗസ്റ്റിനുമായി ഒരു അഭിമുഖം ആ ചാനൽ നടത്തിയിരുന്നു. ആ ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊന്ന് വിമർശനപരമായി ഒന്ന് സമീപിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കാൻ പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, വളരെ പരിഹാസ്യമായി എനിക്ക് തോന്നിയത്, അയാൾ ആ ചാനലിൽ നിന്ന് ഒഴിയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ചാനൽ അയാളെ ഇങ്ങനെ പുകഴ്ത്തി അയാളെന്തോ വലിയ മനുഷ്യനാണെന്നൊക്കെ തോന്നിക്കുന്ന നിലയിലുള്ള വാർത്തകൾ ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു ഈ പറഞ്ഞ പോലെ അലോസരമുണ്ടാക്കുന്ന പുറഞ്ചൊറിയലാണ് ഇത് എന്നാണ് എനിക്ക് തോന്നിയത്. അയാൾ ആ ചാനലിൽ നിന്ന് വിട്ടുപോകുമ്പോൾ, ആ ചാനലിൽ നിന്ന് വിട്ടുപോകുന്നത് വലിയ വാർത്തയാണെങ്കിൽ അത് മറ്റ് ചാനലുകളല്ലേ കൊടുക്കേണ്ടത്, മറ്റ് മാധ്യമങ്ങളല്ലേ കൊടുക്കുന്നത്. അവരൊന്നും അത് കണ്ടതായി ഭാവിച്ചിട്ടില്ല. അപ്പോൾ അയാൾ ഇറങ്ങിപ്പോകുമ്പോൾ അയാളുടെ ചാനൽ തന്നെ വന്നിട്ട് അയാളെന്തോ വലിയവനായിരുന്നുവെന്നും ഒക്കെ പറയുകയാണ്. കാരണം അയാളുടെ കീഴുദ്യോഗസ്ഥന്മാരാണല്ലോ അത് ചെയ്യുന്നത്. അച്ഛൻ മകനെപ്പറ്റി മകൻ വളരെ വലിയവനാണ് കേട്ടോ എന്ന് അച്ഛൻ പറയുക, അല്ലെങ്കിൽ അച്ഛൻ വളരെ വലിയ മഹാനായൊരു മനുഷ്യനായിരുന്നു കേട്ടോ എന്ന് മകൻ പറയുക, അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ച് ഭർത്താവ് പറയുക, ഭർത്താവിനെക്കുറിച്ച് ഭാര്യ പൂഴ്ത്തുക. ഇതുപോലെയൊക്കെയാണ് എനിക്കത് തോന്നിയത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. അയാൾ ഈ ആൻഡോ അഗസ്റ്റിനുമായി നടത്തിയ അഭിമുഖത്തിൽ അയാൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അയാൾ പറയുകയാണ്, എഡിറ്റോറിയൽ കാഴ്ചപ്പാട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായോ പ്രതികൂലമായോ പറയുക എന്നതല്ലല്ലോ. സമൂഹത്തിന് വേണ്ടി പൂർണ്ണമായി ഒരു TV ചാനൽ, അതിൻ്റെ പ്രവർത്തനം ഒഴിഞ്ഞുവെക്കുക എന്നതാണ്. അതിനുമപ്പുറം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയോടോ മുന്നണിയോടോ അനുഭാവം കാട്ടുക എന്നുള്ളത് അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ വേണ്ടത്. അതായത് ഒരു ആക്ടിവിസ്റ്റ്, ഈ കാഴ്ചപ്പാടിൽ പൂർണ്ണമായും, അതായത് ഒരു ആക്ടിവിസ്റ്റ് ചാനലായി സമൂഹത്തോടൊപ്പം സെൽഫ്ലെസ്സായി നിസ്വാർത്ഥമായി ആളുകൾക്കൊപ്പം ഉണ്ടാവുക, അടിസ്ഥാന വർഗത്തോടൊപ്പം ഉണ്ടാവുക എന്നൊക്കെയുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് താൻ ഈ ചാനലിൽ നിന്ന് പടിയിറങ്ങുന്നത് എന്നാണ് ഈ മാധ്യമ പുങ്കവൻ എന്ന് അഭിപ്രായപ്പെടുന്ന ഈ CPM-കാരൻ പറഞ്ഞു പോകുന്നത്. ഈ അയാൾ പറയുന്ന ഓരോന്നോരോന്ന് നമുക്കെടുത്തൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. എഡിറ്റോറിയൽ കാഴ്ചപ്പാട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായോ പ്രതികൂലമായോ പറയുക എന്നുള്ളതല്ലല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണ്. കാരണം എഡിറ്റോറിയൽ കാഴ്ചപ്പാടെന്ന് പറയുന്നത്
ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായോ പ്രതികൂലമായോ പറയാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ എം വി നികേഷ് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ CPM-കാരനായിട്ടുള്ള ഈ മാധ്യമപ്രവർത്തകൻ ഈ റിപ്പോർട്ടർ ചാനലിലിരുന്ന് ഇതാണോ ചെയ്തിട്ടുള്ളത്? അയാൾ ഈ പറയുന്നതിന് ഘടകവിരുദ്ധമായിട്ടല്ലേ അയാൾ റിപ്പോർട്ടർ ചാനലിലിരുന്ന് ചെയ്തിട്ടുള്ളത്? എഡിറ്റോറിയൽ കാഴ്ചപ്പാടെന്ന് പറഞ്ഞുകൊണ്ട് CPM-ൻ്റെ കാഴ്ചപ്പാട് വളരെ ഈ പറഞ്ഞതുപോലെ അൺഅബാഷഡ്ലി എന്ന് പറയും, ഒരു ഉളുപ്പുമില്ലാതെ എന്നാണ് ഇംഗ്ലീഷിൽ അതിൻ്റെ മലയാളം. അൺഅബാഷഡ്ലി അയാൾ റിപ്പോർട്ടർ ചാനലിൽ എഡിറ്ററായിട്ട് ഇരുന്നു കൊണ്ട് CPM-ൻ്റെ എല്ലാ വൃത്തികേടുകളെയും പച്ചയ്ക്ക് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു അയാൾ. എന്നിട്ട് പുട്ടിന് പീരീഡ് പോലെ അവിടെ ഇവിടെയൊക്കെ ചില എതിർപ്പുകളൊക്കെ നടത്തും. എന്നിട്ട് അയാൾ വന്നിരുന്നിട്ട് വിളമ്പുകയാണ് എഡിറ്റോറിയൽ കാഴ്ചപ്പാട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായോ പ്രതികൂലമായോ പറയുക എന്നുള്ളതല്ലല്ലോ എന്ന്. ഇതൊരു ഉളുപ്പില്ലായ്മയാണെന്ന് ആലോചിച്ച് നോക്കൂ. സമൂഹത്തിന് വേണ്ടി പൂർണ്ണമായി ഒരു TV ചാനൽ അതിൻ്റെ പ്രവർത്തനത്തിൽ ഒഴിഞ്ഞു വെക്കുക എന്നുള്ള ഒരു ഒഴിഞ്ഞു വെക്കലുമല്ല അയാൾ നടത്തിക്കൊണ്ടിരുന്നത്. അയാൾ റിപ്പോർട്ടർ ചാനൽ എഡിറ്റർ എന്നുള്ള നിലയിൽ CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് വേണ്ടിയാണ് അയാൾ ഒഴിഞ്ഞു വെച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ മുന്നണിയോടോ അനുഭാവം കാട്ടുക എന്നുള്ളതല്ലല്ലോ എന്ന് പറയുമ്പോൾ അതിന് ഘടകവിരുദ്ധമാണ് അയാൾ ചെയ്തുകൊണ്ടിരുന്നത്. അയാൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വിടുപണി ചെയ്യുകയായിരുന്നു റിപ്പോർട്ടർ ചാനൽ ഇരുന്നുകൊണ്ട്. അതായിരുന്നു അയാൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അയാൾ ഉൾപ്പെടാതെ പറയുകയാണ് ആ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി പൂർണ്ണമായും ഒരു ആക്ടിവിസ്റ്റ് ചാനൽ. എന്ത് ആക്ടിവിസ്റ്റ് ചാനൽ? എത്രയോ അനുഭവങ്ങൾ ഇരകൾക്ക് എതിരായി പറയുക, നിക്ഷിപ്ത താല്പര്യക്കാർക്കെതിരായി പറയുക, CPM-ൻ്റെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് അനുകൂലമായി പറയുക, CPM-ൻ്റെ മുതലാളിത്ത താല്പര്യങ്ങൾക്ക് അനുകൂലമായി പറയുക. ഇതല്ലേ അയാൾ റിപ്പോർട്ടർ ചാനലിൽ ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്നത്? അടിസ്ഥാന വർഗത്തോടൊപ്പം ഉണ്ടാകും എന്ന്. ഓ എൻ്റെ അമ്മോ, അടിസ്ഥാന വർഗത്തോടൊപ്പം ഉണ്ടാകുകയാണെങ്കിൽ ഒരു കാരണവശാലും അയാൾ ഇന്നത്തെ CPM-ൽ ചേരാൻ പാടില്ലല്ലോ. കാരണം ഇന്നത്തെ CPM-ൻ്റെ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? മുതലാളിമാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന, മുതലാളിത്തവൽക്കരണത്തിന് വേണ്ടി രാവും പകലും പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ലേ പിണറായി വിജയൻ്റെ നേതൃത്വമുള്ള പാർട്ടി. ആ പാർട്ടിയിൽ ചേർന്നിട്ട് താൻ അടിസ്ഥാന വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമല്ലേ? അപ്പോൾ ഒന്ന് പറയുക, വേറൊന്ന് ചെയ്യുക. ഇരട്ടത്താപ്പ്, ഹിപ്പോക്രസിയുടെ തലതൊട്ടപ്പനല്ലേ ഈ നികേഷ് കുമാർ എന്ന് പറയുന്ന ആൾ. അയാളുടെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ അയാൾ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ പൊതുജീവിതത്തിൽ, അതായത് ജനിച്ച വീട് ഒരു പാർട്ടി ഓഫീസ് പോലെ ആയിരുന്നു. ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. രാഷ്ട്രീയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാധ്യമ മേഖലയിൽ വന്നത്. 2016 ഞാൻ മത്സരിച്ചു എന്നൊക്കെ അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം എം വി രാഘവൻ്റെ മകനായിരുന്നു. ആ എം വി രാഘവനെ CPM-കാർ കൊത്തിക്കീറുകയല്ലായിരുന്നു, കൊത്തിപ്പറിക്കുകയല്ലായിരുന്നു. 1985 എം വി രാഘവൻ CMB ഉണ്ടാക്കുന്ന സമയത്ത് എം വി രാഘവനെ മാത്രമല്ല അയാളുടെ പാർട്ടിയിലുള്ള മറ്റ് നേതാക്കന്മാരെ എല്ലാം കൊത്തിക്കീറുകയല്ലായിരുന്നു CPM ചെയ്തിട്ടുള്ളത്. എത്ര ഭീകരവും നീചവും നിഷ്ഠൂരവുമായിട്ടാണ് അയാളുടെ അച്ഛനോടും അയാളുടെ അച്ഛൻ്റെ പാർട്ടിയോടും CPM പെരുമാറിയിട്ടുള്ളത്. ആ പാർട്ടിയിൽ പോയി അയാൾ ചേക്കേറുകയാണ്. എന്നിട്ട് അയാളുടെ രാഷ്ട്രീയത്തെക്കുറിച്ചിട്ട് പറയുകയാണ്. എന്നിട്ട് അയാൾ 2016 മത്സരിച്ചു അഴീക്കോട്ടിൽ. അന്ന് കാണിച്ച കോപ്രായങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, കിണറ്റിൽ ഇറങ്ങിയത് ഒക്കെ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ അറിയാമല്ലോ. എന്നിട്ട് അയാൾ പറയുകയാണ്, ഇന്ത്യയിൽ ഏറ്റവും ശക്തനായ ഒരാൾ എന്നെ സമീപിച്ച് ഈ പാർട്ടി ഈ ചാനൽ ലാഭമാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയില്ല. എനിക്ക് എൻ്റെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ മാറ്റാനാവില്ല. ശരിയാണ്, അയാളുടെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ അയാൾക്ക് മാറ്റാനാവില്ല. അയാൾ പൊളിറ്റിക്കലി അഫിലിയേറ്റഡ് ആണ്, അയാൾ CPM-കാരനാണ്. അതുകൊണ്ട് അത് മാറ്റാൻ കഴിയില്ല. അതുകൊണ്ടാണ് അയാൾ മാറാതിരുന്നത്. പക്ഷേ താൻ വലിയ നിഷ്പക്ഷനാണ് എന്നൊന്നും അയാൾ കൊട്ടി ഘോഷിക്കരുത്. അയാൾ തനി CPM-കാരനാണ്. CPM-ൻ്റെ താല്പര്യമാണ് അയാൾ റിപ്പോർട്ടർ ചാനലിലിരുന്ന് നടത്തിക്കൊണ്ടിരുന്നത്. CPM-ൻ്റെ ഈ ചാനലിലിരുന്ന് മരം കൊള്ളക്കാരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ ഒരു ഉളുപ്പും അയാൾക്കുണ്ടായിരുന്നില്ല. ഈ വനം കൊള്ളക്കാരാണ് ഈ റോജി അഗസ്റ്റിനും ആൻഡോ അഗസ്റ്റിനും എന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്നതാണ്. അവരോടൊപ്പം പ്രവർത്തിക്കാനൊന്നും ഒരു മടിയും ഇല്ലാത്ത ആളാണ് അയാൾ. അയാൾക്ക് യാതൊരു ഉളുപ്പുമില്ല. പക്ഷേ ഏറ്റവും അവസാനമായി ഞാൻ അറിഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഞാൻ വളരെ ഞെട്ടിക്കുന്നൊരു സംഭവം. ഈ റിപ്പോർട്ടർ ചാനൽ ഉടമാവകാശവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നു. ഇടുക്കി ജില്ലയിലെ ഒരു വനിതയുമായിട്ടായിരുന്നു തർക്കം. അവരുടെ പേര് ഞാനിവിടെ സൂചിപ്പിക്കുന്നില്ല. അവരുടേതായിരുന്നു ഈ റിപ്പോർട്ടർ ചാനലിലെ മേജർ ഷെയർ. പക്ഷേ അവരെ വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തോതിലുള്ള കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മൂവാറ്റുപുഴ കോടതിയിലൊക്കെ ആയിരുന്നു എനിക്ക് തോന്നുന്നു. അതിൻ്റെ വിചാരണയൊക്കെ കഴിഞ്ഞ് അത് ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരു കാര്യം അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് 15 കോടി രൂപ കൊടുത്താണ് ആ കേസ് നികേഷ് കുമാർ സെറ്റിൽ ചെയ്തത് എന്നാണ് എനിക്കിന്നലെ അറിയാൻ കഴിഞ്ഞത്. 15 കോടി രൂപ കൊടുത്ത് ആ റിപ്പോർട്ടറിൻ്റെ ഉടമാവകാശവുമായി ബന്ധപ്പെട്ട കേസ് നികേഷ് സെറ്റിൽ ചെയ്തിരിക്കുന്നു.
അതിൽ 3 കോടി രൂപ നികേഷ് കുമാർ നേരിട്ട് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 3 കോടി രൂപ. 12 കോടി രൂപ ഈ ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമയും കൊടുത്തിരിക്കുന്നു. അങ്ങനെ 15 കോടി രൂപ കൊടുത്ത് നികേഷ് കുമാറും ഈ മറ്റേ യഥാർത്ഥത്തിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമയായിട്ടുള്ള വനിതയായിട്ടുള്ള കേസ് സെറ്റിൽ ചെയ്തിരിക്കുന്നു. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഈ എം വി നികേഷ് കുമാറിൻ്റെ പെട്ടിയിൽ എവിടെ നിന്നാണ് 3 കോടി രൂപ? ഈ 3 കോടി രൂപയുടെ സോഴ്സ് എന്താണ്? അത് പുറത്തെ ജനങ്ങളോട് പറയണ്ടേ? 12 കോടി രൂപ ആൻഡോ അഗസ്റ്റിൻ്റെയിലും റോജി അഗസ്റ്റിൻ്റെയിലും വന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാം. അതിൻ്റെ കാര്യം അതിലേക്ക് ഞാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുകൊണ്ട് ഞാനത് പറയുന്നില്ല. അയാളും കൊടുത്തിരിക്കുന്നു 12 കോടി രൂപ. അങ്ങനെ 15 കോടി രൂപ എടുത്തിട്ടാണ് ഈ നിഷ്പക്ഷ, ഈ നിസ്വാർത്ഥ, ഈ അടിസ്ഥാന വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ നികേഷ് കുമാർ തൻ്റെ പേരിലുള്ള കേസ് അവസാനിപ്പിച്ചിരിക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇയാളെ ഒരു മാധ്യമപ്രവർത്തകനായി ഒരാൾക്കും പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഞാനൊന്നുകൂടി ആവർത്തിക്കുകയാണ്. ഇയാൾ CPM-ൻ്റെ ചാരൻ എന്നുള്ള നിലയിൽ CPM-ൻ്റെ നയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി റിപ്പോർട്ടർ ചാനലിൽ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ അയാൾ ഈ പറഞ്ഞ മൂടുപടം എടുത്ത് കളഞ്ഞിട്ട് അയാൾ നേരിട്ട് CPM-നകത്തേക്ക് ചെന്ന് കയറുകയാണ്. നല്ല സമയത്താണ് CPM-ലേക്ക് കയറുന്നത്. CPM എന്ന പാർട്ടി തന്നെ മുങ്ങിച്ചാകാൻ പോകുന്ന സമയത്താണ് അയാൾ ആ മുങ്ങുന്ന കപ്പലിലേക്ക് കയറിയിരിക്കുന്നത്. ഇനി എന്തൊക്കെ റോളുകളിൽ അയാൾ വരും എന്ന് നമുക്കറിയാൻ കഴിയില്ല. അതുകൊണ്ട് അയാളുടെ ഇരട്ടത്താപ്പുകൾ അയാളുടെ ചാനൽ കാണുന്നത് ഉൾപ്പെടെയുള്ള മുഴുവൻ ജനങ്ങളും ആദ്യാവസാനം തള്ളിക്കളയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല.